ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലോങ് ഗ്യാപ്പിന് ശേഷം ഇടുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മണിയാകുമ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടേനെ. കുളിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് സമയം കൊലയിൽ അങ്ങനെ ഇരുന്നു. രാവിലത്തെ ഒരു കാണാൻ നല്ല രസമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം കൊലയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. പിന്നെ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വാരാൻ വേണ്ടി വെച്ചിനെ. വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കലാണ് പിന്നെ ഫസ്റ്റത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. ഞാനിങ്ങനെ എന്ത് കൊണ്ടുവന്നാലും എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫ്രിഡ്ജിലേക്കും ഒക്കെ മാറ്റി വെക്കൽ. ഇത് മല്ലിച്ചപ്പാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് ഒരു കവർ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ച് അതിലേക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ റൂട്ട് പോകുന്ന രീതിയിൽ ഇട്ടിട്ട് ഒരു കവർ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചെറിയൊരു പരീക്ഷണമാണ്. എങ്ങനെയുണ്ട് അതെങ്ങനെ എത്ര കാലം ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടെസ്റ്റ് നോക്കിയതാണ്. ഞാൻ അപ്ഡേഷൻ പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെല്ലിക്കേണ്ടതിന് അതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴുകി ഞാൻ വെള്ളം വരാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഉപ്പിലിട്ടെടുക്കണം. അപ്പം ഞാനിതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പഴവും കൂടി എടുക്കുന്നുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് പഴം അങ്ങനെ പുഴുങ്ങിയിട്ടൊന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ് പഴം പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നെയ്യും ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മുട്ടയും കൂടെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായി ഇഡ്ഡലിച്ചെമ്പിൽ തന്നെ അടിയിൽ വെച്ചു, മേലെ പഴവും കൂടെ വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് വേവുന്നുണ്ട്. ഞാനിപ്പോൾ മുട്ടക്കറിക്കുള്ള മുട്ട കുറച്ചൊരു മസാലയാക്കിയിട്ട് ആണ് വെക്കുന്നത്, കറിയായിട്ടല്ല, ഒരു റോസ്റ്റ് പോലെ അങ്ങനെ ആണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്തപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തലേദിവസം വെച്ച വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ തിളയ്ക്കട്ടെ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടെയുള്ള പേസ്റ്റില്ല അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന സമയത്ത് ഒന്ന് വാടി വന്ന സമയത്ത് ആ ഉള്ളീൻ്റെ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറിയ സമയത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും ഈ ഒരു മസാല ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ ഒരു മസാലേൻ്റെ പച്ചക്കുത്തല മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ കറിവേപ്പില പറിച്ച് കഴിഞ്ഞാൽ ഉതിർത്തിട്ട് ചെറിയൊരു ഡബ്ബയിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്, വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കലില്ല. ചെറിയ 2-3 കറിവേപ്പിലേൻ്റെ ഒരു മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് കുറച്ച് പറിക്കും, അതങ്ങനെ തന്നെ ഉതിർത്തിട്ട് ചെറിയൊരു ഡബ്ബയിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. ഉതിർത്തിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയതിന് ശേഷം ക്ലീൻ ചെയ്ത് അങ്ങനെ വെക്കലാണ്. അപ്പോൾ ഞാൻ ഗ്രേവിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും തിളച്ചതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഗ്രേവി കിടന്ന മുട്ടയൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഞാനൊന്ന് അടച്ച് വെച്ച് ഇതാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഏകദേശം ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ മുട്ടയിലേക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീരെ വറ്റിച്ചെടുക്കുന്നില്ല, ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നേരം വെളുത്തൊക്കെ വരുന്നുണ്ട്. ഞാനെൻ്റെ ചപ്പാത്തി ചൂടലാണ് ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രാവിലെ തന്നെ ഞാൻ ലഞ്ച് കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങൽ. ഫസ്റ്റ് തന്നെ ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെക്കൽ. അതാകുമ്പോൾ
പിന്നെ ഇതേതായാലും നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കുന്ന സംഭവം. ലഞ്ച് നമ്മൾ നൈറ്റിലേക്ക് ചിലപ്പോൾ എടുക്കും. ഇന്നിപ്പോൾ ഏതായാലും രാത്രിത്തേക്കും ഈ ലഞ്ച് തന്നെയാണ്. അപ്പം ഞാൻ മാത്രമല്ല ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ. പിന്നെ രാത്രി പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. ഏതായാലും ചോറ് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ലേറ്റായിട്ടാണ് വെക്കുന്നത്. ലേശം ലേറ്റായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ചപ്പാത്തിയും കറിയൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ചായേൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. അതിന് ശേഷം പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്ലീൻ ചെയ്യലും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ എന്തായാലും ആവുമല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിപ്പോൾ മക്കൾക്കുള്ള മോന് ഒരാൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇത്. എൻ്റെ ആൾക്ക് ചെറിയതായിട്ട് പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂത്താക്കുള്ള സ്നാക്സൊക്കെ ആക്കുന്നത്. അപ്പോൾ അവന് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ വേണമെന്നാണ് പറഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മഞ്ഞൾ ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കണം. ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കും. എന്നാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു പുഴുവും കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പയറും നമ്മുടെ പിന്നെ ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്, ഉച്ചക്കത്തേക്കാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മുടെ ഉപ്പേരിൻ്റെ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കായിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കൽ. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പേരി തോരൻ എന്നൊക്കെ പറയാം. ഞാൻ എല്ലാത്തിനും ഇത് തന്നെയാണ് സംഭവം. അപ്പം കുറച്ച് തേങ്ങയും കൂടി ഒക്കെ ഇട്ടിട്ട് എടുക്കലാണ്. അപ്പോൾ നമ്മുടെ പിന്നെ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ബീൻസും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കും. അപ്പോൾ നമ്മുടെ ഉപ്പേരി അവിടെ സെറ്റായി. അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്നിപ്പം തെരണ്ടി തേങ്ങയരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ തലേദിവസം ഫിഷെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കലക്കിയിട്ട് വെക്കുന്നൊരു മീൻ കറിയാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് പുളിയും പിന്നെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും കറി വെക്കൽ ഇങ്ങനെയാണ്, തേങ്ങരച്ച കറി വെക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നലുണ്ട്. പിന്നെ അപ്പോൾ അതിങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ മോന് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതൊന്ന് പിന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ കറിയൊക്കെ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ കഷ്ണം ഉടഞ്ഞു പോകുന്ന കഷ്ണമൊന്നുമല്ല, അതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഉച്ചക്കത്തേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. തലേ ദിവസവും പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തിന്. അപ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു കറിവേപ്പില മരം. ഞാനിങ്ങനെ ഇതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്താണ് എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുന്നതിനേക്കാളും കറിവേപ്പില കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ വളരുക, ആ ഭാഗമൊന്നും ഉണങ്ങി പോകാണ്ടിരിക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, എനിക്ക്
ഈ ഒരു കോളിഫ്ലവർ ഫ്രൈയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കറിവേപ്പില വേണേന്. അപ്പോൾ നമ്മൾ പറിച്ച് വെച്ചത് അങ്ങനെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒടിച്ചെടുത്തിട്ടുണ്ട്, അല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മസാല വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഉണ്ടല്ലോ, സാധാരണ മസാലയാണ് വരട്ടുന്നത്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ചേർത്തിട്ടില്ല. മോന് അതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അവനെ പൊരിക്കുന്നതല്ലേ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ജീരകവും ഉലുവയും കൂടിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിക്കൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് മീൻ കറി വെക്കലെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇങ്ങനെ ജീരകപ്പൊടിയൊക്കെ ഇടുന്ന ഇഷ്ടമാണോ എന്നൊക്കെ പറയണേ. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കറി ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിന്ന് കറി എടുത്തത്. അപ്പോൾ ഏതായാലും അതങ്ങനെ മാറ്റി വെക്കാം. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ബാക്കി ഞാനങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇളയാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഫ്രൈ ചെയ്ത് കൊടുക്കണം വിചാരിച്ച്. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തേക്കുള്ള സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ അവനെയൊക്കെ വിളിക്കാനൊക്കെ ആയി. അപ്പോൾ ആൾ എണീക്കാൻ ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് പറഞ്ഞ്, അപ്പോൾ ഒന്നും കൂടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. വിളിച്ചാലേ എണീക്കുള്ളൂ. ചില സമയമൊക്കെ തന്നെ എണീച്ച് വരും, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് എണീക്ക് സ്കൂളിൽ പോകാനായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇളയാൾ വേഗം എണീച്ചിട്ട് വരും, മൂത്താൾക്കാണ് കുറച്ചൊരു എണീക്കാനൊരു മടി. അപ്പോൾ ഏതായാലും അവൻ്റെ ലഞ്ചും സ്നാക്സും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സ്നാക്സായിട്ട് വത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാത്രവും വെള്ളമൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ബാഗിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയിൽ കൂടെ വേഗം തന്നെ കഴുകിയെടുക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ നമ്മുടെ രാവിലത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഏകദേശം ആ ഒരു ട്രേ ഒക്കെ നിറയാറായി. നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന സംഭവമൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് പാത്രത്തിൻ്റെ അവസ്ഥ. എപ്പോഴും ഇതിൽ സിങ്കല്ല, നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന ആ ഒരു സംഭവത്തിൽ പാത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനും കൂടിയുള്ളത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മോനെയും വിളിച്ചു, അവൻ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ മുറ്റം അടിച്ചെടുക്കാമെന്ന് വെച്ചു. ബാക്കിൽ കുറച്ച് മാവിൻ്റെ ചപ്പലുള്ളതിനെ കൊണ്ട് അത്യാവശ്യം കാടുണ്ടാവും. പിന്നെ ഞാൻ ചെറിയ ചെറിയ പുല്ലൊക്കെ മുളച്ച് വരുന്ന സമയത്ത് രാവിലെ തന്നെ അത് അടിച്ചു വരുന്ന സമയത്ത് തന്നെ അങ്ങനെ പറിച്ചെടുക്കും. ഫ്രണ്ടിൽ അങ്ങനെ കാടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഇടയ്ക്കെങ്കിലൊക്കെ അടിക്കുള്ളൂ, ദിവസമൊന്നും അടിക്കില്ല. ഇതിപ്പോൾ ഒന്നിക്കൊന്നൊരാടും ഞാൻ അങ്ങനെ അടിക്കലുണ്ട്. അപ്പോൾ ഏതായാലും അതൊന്ന് അടിച്ചു വാരി എടുക്കുകയാണേ. അപ്പോൾ ആ ഒരു ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തെങ്ങിൻ്റെ മരട്ടാണ് ഇടൽ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, മാവിൻ്റെ ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തെങ്ങ് തുറന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മരട്ട അങ്ങനെ ഇട്ടേക്കും. ഇനിയിപ്പോൾ മോന് ചായയെല്ലാം കൊടുക്കണം. രണ്ടാളും എണീച്ച് വന്നിട്ടുണ്ട്. ഇളയാൾ പിന്നെ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. മൂത്താളെ കുളിയും കാര്യങ്ങളും മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിച്ച് എനിക്ക് അവനെ കൊണ്ടാക്കണം. അപ്പോൾ ഇളയാൾ ഇവിടെ ഇരുന്ന് അങ്ങനെ ടി വി ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ കൊണ്ടുപോകണ്ട, സുഖമില്ലാത്തതല്ലേ, കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആളവിടെ ഇരുന്ന് ടി വി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ആളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയേ. വാതിലാരും വന്നാലും തുറക്കരുത്, അമ്മ വന്നതിന് ശേഷം മാത്രമേ തുറക്കാവൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ ആൾ കുഴപ്പമില്ല, അവരെ ടി വി കണ്ടു. ഞാൻ വേഗം പോയി വന്നു. അപ്പോൾ മരുന്ന് കൊടുക്കുകയാണേ. ഞാൻ പറഞ്ഞില്ല പനിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പം ആൾക്കുള്ള മരുന്ന് കുടിക്കാൻ വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനത് കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഏകദേശമൊക്കെ വിശപ്പെല്ലാം തുടങ്ങി. നമ്മൾ രാവിലെ തന്നെ കഴിച്ചതല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ സമാധാനമായിട്ട് പോയി ചായയെല്ലാം കുടിക്കട്ടെ.
ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കുറച്ചുള്ളത്. അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേതായാലും വലിയ മെസ്സൊന്നും ആയിട്ടില്ല, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ഏതായാലും ചായ കുടിച്ച സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേതായാലും കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ കിച്ചണൊന്ന് കുറച്ച് പാത്രങ്ങളൂടെ ഉണ്ട്. പാത്രങ്ങൾ പിന്നെ പറയണ്ടല്ലോ, എന്ത് ചെയ്താലും അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മതി, സിങ്കിലെ പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് വേണം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ, നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ, മെയിൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഏതായാലും അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കള ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഏതായാലും ഞാൻ വേഗം തന്നെ ആ ഒരു നമ്മുടെ സ്റ്റൗവിൻ്റെ ഭാഗമല്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ ഡെയിലി ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചെടുക്കും. അഥവാ എന്തെങ്കിലും കരിഞ്ഞു പിടിച്ച് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ഉരച്ച് എടുക്കലാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഇപ്പം വലിയ കരിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, കാരണം പാലൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അങ്ങനത്തെ ഒരു ഇത് വരുള്ളൂ, അല്ലാണ്ട് അധികമൊന്നും വരില്ല. പാല് നമ്മൾ എപ്പോഴൊന്നും മറയാറില്ല, ഞാൻ ശ്രദ്ധിച്ച് നിൽക്കലാണ്. കാരണം മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണ് ക്ലീൻ ചെയ്യാൻ. ഒന്ന് ഇതൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണം. രണ്ട് പിന്നെ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായതിനെ കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും പാലൊക്കെ മറയാണ്ട് തന്നെ. ഇനി അഥവാ മറിഞ്ഞാൽ തന്നെ ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും. അത് ക്ലീൻ ചെയ്യാൻ ടൈമിൽ തന്നെ വെച്ച് കത്തിക്കുകയാണെങ്കിൽ കരിഞ്ഞ് ഒരു വകയാകും, ഡബിൾ പണിയാവും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും കിട്ടുന്ന പണിയായിരിക്കും. അപ്പോൾ ഏതായാലും അത് മറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കുക്കിംഗ് ചെയ്യാം. തിരക്കാണെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കരുത്. നിന്നാലറിയാമല്ലോ, കരിഞ്ഞ് അത് പോക്കാനൊരു മണിക്കൂറത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ ചെയ്തു, നമ്മുടെ സ്റ്റവെല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ആ ഒരു ജാലകത്തിൻ്റെ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് തുടച്ചെടുക്കലാണ് ഡെയിലി. പിന്നെ ഒന്നങ്ങ് തുടച്ചെടുക്കും, ചെടിയൊക്കെ ഒന്ന് താഴത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ ഇന്നിപ്പം ചെടി നനയ്ക്കുന്നില്ല, ഞാനിങ്ങനെ ഡെയിലി നനയ്ക്കലില്ല. 1-2 ദിവസം കൂടുമ്പം ആ വെള്ളം ഒന്ന് ഡ്രൈ ആയി തോന്നുമ്പോൾ നനയ്ക്കലാണ്. അതാകുമ്പം പിന്നെ ചെടി അങ്ങനെ ചീഞ്ഞ് പോകാണ്ട് നിൽക്കും. അല്ലെങ്കിൽ ഡെയിലി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളകത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ ചീഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ആ ഒരു നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. വലിയ കാര്യങ്ങൾ ഒന്നുമില്ല, എന്ന് വെച്ചാൽ നമ്മൾ മെസ്സായിട്ട് കുക്ക് ചെയ്തതല്ലല്ലോ, കുറച്ചൊരു ശ്രദ്ധിച്ച് കുക്ക് ചെയ്തതിനെ കൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് തുടച്ചെടുക്കും. പിന്നെ മെസ്സി കുക്കിംഗ് ഇല്ലാണ്ടില്ല എന്നല്ല, ചില സമയങ്ങളിലൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തപ്പം പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ കുറച്ച് മെസ്സെല്ലാം ആവും. അല്ലാത്ത സമയങ്ങളിൽ മാക്സിമം അധികം മെസ്സി ആക്കാണ്ട് കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ഡിസ്പോസ് ചെയ്തിട്ട് ചെയ്യുമ്പം അങ്ങനെ മെസ്സി ആവുകയില്ല. എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും മെസ്സി ഉണ്ടാവുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അപ്പം ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കൂലേ, ആ ഒരു സമയത്ത് ക്യാരറ്റ് അങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്താണ് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മെസ്സി ആവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അടുക്കള അങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കില്ല. പിന്നെ പാത്രങ്ങളും കൂടെ കഴുകി അതാത് സമയത്ത് അങ്ങനെ കഴുകി അങ്ങ് മാറ്റിയാൽ പിന്നെ കിച്ചൺ നീറ്റായിരിക്കും, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അതേതായാലും കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ എൻ്റെ പിന്നെ കിച്ചൺ ടവലുണ്ടല്ലോ അതൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഡെയിലി ഒന്ന് ചേഞ്ച് ചെയ്ത് ആണ് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പം ഉപയോഗിച്ചാണെങ്കിൽ നാളത്തെ ഉപയോഗം കൂടെ കഴിഞ്ഞിട്ട്, നാളത്തെ കിച്ചണിലെ ഉപയോഗം കൂടെ കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റി വേറെ പുതിയത് വെക്കുകയാണ്. അങ്ങനെയാണ് ഡെയിലി ചെയ്യൽ. ആ ഒരു ടവൽ കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, പുറം ഭാഗം അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് കിടക്കയിലൊന്ന് മുട്ടി വിരിച്ച് വൃത്തിയാക്കി അടിച്ചു വാരി എടുക്കണം. ഇന്നിപ്പോൾ ഏതായാലും തുടയ്ക്കുന്നൊന്നുമില്ല, തലേ ദിവസം തുടച്ചതിനെ കൊണ്ട് തന്നെ ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല, ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കലാണ്. അടിച്ചു വാരി തന്നെ നമ്മുടെ വീട് നല്ല ക്ലീനായിട്ടുണ്ടാവും, നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് ഇനി അടിച്ചൊന്ന് വാരിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ അടിച്ചു വരുമ്പോൾ കട്ടിലിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ
അതും ഒന്ന് എത്തിപ്പിടിച്ച് അടിച്ചു വരും. ഫുള്ളായിട്ടുള്ള ഇതൊന്നും പോയില്ലെങ്കിലും ഒന്നങ്ങ് അടിച്ചു വരെ എടുക്കും. അങ്ങനെ ആകുമ്പോൾ അധികം പൊടിയും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അധികം പൊടിയൊന്നും മാറാലയും കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് ക്ലീനായിട്ടിരിക്കും. അപ്പം ഞാനേതായാലും പിന്നെ അടിച്ചു വരൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂം അടിച്ചു വരി, രണ്ടാമത്തെ റൂമും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ സെറ്റീൻ്റെ സോഫേൻ്റെ അടിയും കൂടെ ഒന്ന് ചൂല് വെച്ചൊന്ന് അടിച്ചു വരി എടുക്കലുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിൻ്റെ ആ ചെയറൊക്കെ ഒന്ന് നീക്കിയിട്ട് ഉൾഭാഗം കൂടെ ഒന്ന് അടിച്ചു വരി എടുക്കും. പിന്നെ ഡെയിലി ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഒന്ന് സാധാരണ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കുക ചെയ്യുക. അപ്പോൾ ഏതായാലും അടിച്ചു വാരൽ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഇനിയിപ്പം കിച്ചനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കിച്ചണും ഞാൻ ഡെയിലി തുടക്കലില്ല, കാരണം അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ നിലത്തൊന്നും ആക്കാണ്ട് അങ്ങനെയാണ് എടുക്കൽ. പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം ചീത്തയായിന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് തുടച്ചെടുക്കും, അല്ലാണ്ട് ഡെയിലി അങ്ങനെ തുടച്ചെടുക്കലില്ല. അപ്പോൾ അത് അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വാഷ് ബേസിനൊന്ന് കഴുകിയെടുക്കണം. പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ ബാത്റൂം ഒന്ന് കഴുകിയിട്ടുണ്ടേനെ. അപ്പോൾ ഡെയിലി ഒന്ന് വെറുതെ ഒന്നും കഴുകിയിടും അങ്ങനെ. അപ്പോൾ ഏതായാലും ഡീപ്പായിട്ടൊന്നും എല്ലാം കഴുകലില്ല. ഡീപ്പായിട്ട് കഴുകുന്ന ദിവസം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഫുൾ ക്ലീനാക്കി എടുക്കും. അല്ലാത്ത ദിവസം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കുളിച്ചങ്ങനെ വരലാണ്. അപ്പോൾ ഏതായാലും അതും കഴിഞ്ഞു. ഞാൻ ആ ചെറിയൊരു ചെടിയുണ്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം മോന് വിശക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ ഞാൻ ഏതായാലും കോഫി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും കുറച്ച് സമയം അങ്ങനെ ഏതായാലും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പം ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കോഫി കുടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലിലേക്ക്. ആ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ കപ്പിലേക്ക് ഞാൻ കോഫി പൗഡർ ഇട്ടതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കലാണ്. പിന്നെ ഞാൻ ബീറ്റ് ചെയ്തിട്ടും എടുക്കലുണ്ട്. ഇപ്പോൾ ഏതായാലും ബീറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. നമ്മുടെ കോഫി പൗഡറിലേക്ക് കുറച്ച് പാലങ്ങനെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഏതായാലും എൻ്റെ കോഫി റെഡിയായി. മോനും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആളധികം കുടിക്കലില്ല, കുറച്ചേ കുടിക്കലുള്ളൂ. അപ്പോൾ ഞാൻ ആൾക്കും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് ഇവിടെ കുറച്ച് കിണ്ണത്തപ്പം ഉണ്ടേനും. കിണ്ണത്തപ്പം എന്നല്ല അതിന് പറയാം, അതുണ്ടേനും. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേനുള്ള ഡെയിലി അങ്ങനെ എടുത്ത് കഴിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതേതെങ്കിലും ഒന്ന് ഓവനിൽ വെച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഓവനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്, ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് തലേ ദിവസം വാങ്ങിയതേനെ. അപ്പോൾ ഏതായാലും അതൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനൊന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് 10-11 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഏതായാലും അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കഴിക്കലാണ്. പിന്നെ അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും വീട്ടിലിരിക്കുന്നതല്ലേ, അപ്പോൾ ഒരു കഷ്ണം കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനും മോനും കൂടെ അങ്ങനെ കഴിച്ച് കുറച്ച് നേരം ടി വിയിലും കണ്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണേ. അപ്പം നമ്മുടെ മെയിൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അവന് കുറച്ച് സമയം ഇങ്ങനെ ടി വി കണ്ടു. പിന്നെ എന്തൊക്കെ ചിത്രമെല്ലാം വരക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ നമ്മൾ രണ്ടുപേരുടെ ചായയെല്ലാം കുടിച്ചു, കോഫിയെല്ലാം കുടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ആ പാത്രം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കോഫി ഉണ്ടാക്കിയ പാത്രം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് നമ്മുടെ നെല്ലിക്ക രാവിലെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് അതൊന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ വിനാഗിരി ഇല്ലാത്തതിനെ കൊണ്ട് അത് ചേർത്തിട്ടില്ല. ഇനി അത് കൊണ്ടുവന്നിട്ട് വേണം കുറച്ചത് ചേർത്തും കൂടെ കൊടുക്കാൻ. അപ്പം ഞാൻ ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നെല്ലിക്ക നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ്, വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ നമ്മുടെ
ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഉപ്പിൻ്റെ ആ ഒരു വെള്ളം, അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് പച്ചമുളകും പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പം നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, തണിഞ്ഞതിന് ശേഷമാണ്, വെള്ളം ഇത്തിരി ചൂടേ ഇല്ല. അപ്പോൾ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വിനാഗിരി വേണം നിർബന്ധമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അധിക ദിവസം നമ്മൾ ഒരുപാട് കാലമൊന്നും യൂസ് ചെയ്യുന്നതല്ലല്ലോ. അപ്പം ഞാൻ വിനാഗിരി ചിലപ്പം ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഏതായാലും അതങ്ങനെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ അതേതായാലും വാങ്ങിയിട്ട് നോക്കിയിട്ട് ചെയ്യണം. ഇനിയിപ്പം കുറച്ച് അലക്കിയ, ഞാൻ പറയാം, രാവിലെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആറിയിട്ടിട്ട് വരട്ടെ. ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ, ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം കുറച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കലും മോനോട് കുറച്ച് കളിക്കലൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. കിച്ചണിലേക്ക് പോയിട്ട് മോന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പഴവും വത്തക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഒന്ന് കട്ട് ചെയ്ത് പിന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഫോർക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഏതായാലും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മുടെ പഴത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവന് അതങ്ങനെ കൊണ്ടു കൊടുക്കട്ടെ, ആളിരുന്ന് കഴിക്കട്ടെ. പിന്നെ എനിക്കൊരു ചെറിയ ജ്യൂസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. വത്തക്കേൻ്റെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ മിൻ്റൊക്കെ ഇട്ടിട്ട് ഫ്രഷായിട്ട് ജ്യൂസാക്കാമെന്നാണ് വിചാരിച്ചത്. പഞ്ചസാരയൊന്നും അധികം ചേർക്കുന്നില്ല, അധികം എന്നല്ല, പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ ഏതായാലും അതിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇനി കുറച്ചധികം സമയം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻറ്റും കാണുമ്പോഴാണ് എനിക്കിനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തോന്നുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.